നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഏറ്റവും പുതിയ ഹോളിവുഡ് റിലീസായ ദ മാൻഡലോറിയൻ ആൻഡ് ഗ്രോഗുവിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ഈ മാൻഡലോറിയൻ ഗ്രോഗു ഞാൻ കണ്ടു സിനിപ്പാഡസ് കൊച്ചി ഐമാക്സിലാണ്. ഈ സിനിമയിൽ പകുതിയോളം നേരം ഇത് ഐമാക്സ് റേഷ്യോയിലാണ് ആക്ച്വലി. അതാണ് റീസൺ. പിന്നെ മാത്രമല്ല, കറൻ്റ്ലി കൊച്ചിയിൽ ഈ സിനിമ കാണാൻ ഏറ്റവും ബെസ്റ്റ് അവൈലബിൾ സ്ക്രീൻ ഇതാണ്. ഇത് 3D മൂവിയാണ്. അപ്പോൾ ഈ സിനിമ പറയുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത്, ഞാൻ സ്റ്റാർ വാർസിൻ്റെ ഫാനല്ല. എനിക്ക് സ്റ്റാർ വാർസിൻ്റെ എൻ്റെയർ സീരീസ് ഞാൻ എല്ലാം കണ്ടിട്ടുണ്ടെന്ന് പറയുന്നതിലും 80% സാധനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി ഒരു സാധനം വർക്കായിട്ടില്ല. അതായത് ഞാൻ സ്റ്റാർ വാർസിൽ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങളുള്ളൂ. ഒന്ന്, ദ റോഗ് വൺ എന്ന സിനിമ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കൂടാണ്ട് എനിക്കിഷ്ടപ്പെട്ട സാധനം എന്ന് പറയുന്നത് നമ്മുടെ മാൻഡലോറിയൻ്റെ സീരീസ് മാത്രമാണ്. കഴിഞ്ഞ 3-4 കൊല്ലത്തിനിടയ്ക്ക് ഞാൻ ആകെ കണ്ടിട്ടുള്ളൊരു സീരീസ് മാൻഡലോറാണ്. എന്തുകൊണ്ട് എനിക്കത് ഇഷ്ടമാണ്, അതിൻ്റെ വർക്ക് അടിപൊളിയായിരിക്കും. അതൊക്കെ കൊണ്ടായിരിക്കും ഞാൻ ആദ്യം കാണാൻ തുടങ്ങിയത്. LED പാനൽസ് ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിക്കുന്നു എന്നുള്ള റീസൺ കൊണ്ട് കാണാൻ തുടങ്ങിയൊരു സീരീസാണത്. പക്ഷേ എനിക്ക് എന്തുകൊണ്ട് ഇത് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൻ്റെ ഒരു പ്രീക്വൽ സീക്വൽ പോലത്തെ സംഭവം ഇറങ്ങിയാണ് ബോബ ഫെറ്റ് എന്ന്, അത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ പൊതുവേ എനിക്ക് സ്റ്റാർ വാർസ് സിനിമകൾ ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് മാൻഡലോറിയൻ ഗ്രോഗു ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഞാനത് കാണാൻ പോയത്. ഐമാക്സ് റിലീസ് ആയതുകൊണ്ട് തന്നെ ഐമാക്സ് തന്നെ പോയി കണ്ടു. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബേസിക്കലി ഇത് ആ സീരീസിലേക്ക് കാണിക്കുന്ന പോലത്തെ സംഭവം അവർ ഷോർട്ടാക്കി സിനിമയെ കാണിച്ചു ഞാൻ പറയാം. ഇവർക്കൊരു ഇങ്ങനെ ഡിഫറെൻറ്റ് മിഷൻസിന് വേണ്ടി അവർ പോകുന്നു, അതിലിവർ പെടുന്നു, അതിൽ രക്ഷപ്പെടുന്നു. ഒരു ഗെയിം പോലെയാണ്. പക്ഷേ ആക്ച്വലി സീരീസ് അതുപോലെയൊക്കെ തന്നെയാണ്, ഒരു ഗെയിം പോലെ. ഇപ്പോൾ നമ്മൾ ഗെയിമിൽ ഇപ്പോൾ തോന്നുന്നു നമ്മളൊരു മിഷൻ എടുക്കുന്നു, ആ മിഷൻ നമ്മൾ ചെയ്യുന്നു, അത് നമ്മൾ തിരിച്ച് നമ്മുടെ സ്പോട്ടിലിടുന്നു, പിന്നെ അടുത്ത മിഷൻ എടുക്കുന്നു, പിന്നെയും പോകുന്നു. യു ഗെറ്റ് ദ ഐഡിയ റൈറ്റ്. അതുപോലെ തന്നെയാണ് ഇതും പോകുന്നത്. പക്ഷേ നമുക്ക് ഈ ക്യാരക്ടറിനെ എനിക്ക് 3 സീസണായി അറിയാവുന്നതുകൊണ്ട് അവരോട് എനിക്കൊരു ചെറിയ ഇമോഷണൽ കണക്ഷൻ ഉള്ളത്, നമുക്ക് അതുകൊണ്ടാണ് ഇമോഷണൽ കണക്ഷൻ ഉള്ളത്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. നിങ്ങൾ ഈ സീരീസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഇവർ ആക്ച്വലി ഇമോഷണലി ഇവരുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യാനോ ഇതിൻ്റെ കഥയോ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും പറയില്ല. ഇപ്പോൾ ദൃശ്യം 3 ആണോ ദൃശ്യം 1-നും 2-ൻ്റെയും കഥ പറയും. അങ്ങനത്തെ പരിപാടി ഇതിനകത്തില്ല, ഡയറക്റ്റ് സിനിമയിലേക്ക് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ഓൾറെഡി ആ സീരീസ് കാണാത്തവർക്കോ ഈ ക്യാരക്ടേഴ്സിനെ അറിയാത്തവർക്കോ പ്രത്യേകിച്ച് ഇതിനകത്ത് അവർ ആഡ് ചെയ്യുന്നില്ല ഒന്നും. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ എനിക്കിഷ്ടമായി. നമ്മൾ ഭയങ്കര ഇഷ്ടമായിരുന്നാലും സിനിമ എനിക്കിഷ്ടമായി, ബോറൊന്നും അടിച്ചില്ല. 2 മണിക്കൂർ 15 മിനിറ്റ് അങ്ങനെ എന്തുകൊണ്ട് ടൈമിൽ ഞാൻ ഒരു ഈസി ഗോയിങ് മൂവിയാണ്. പ്രത്യേകിച്ച് ഭയങ്കര സംഘർഷഭരിതമായ ഒന്നുമില്ല. പിന്നെ ഐമാക്സ് റേഷ്യോയിലുള്ള സ്റ്റണ്ട് സീക്വൻസ് ഒക്കെ നല്ലതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഐമാക്സ് എക്സ്പാൻഡർ സീക്വൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഓപ്പണിങ് ക്ലോസിങ് അടിപൊളിയാണെന്നല്ല, അതൊക്കെ സഡനാണ്. പക്ഷേ അത്യാവശ്യം നല്ല സ്പേസ് സീക്വൻസുകൾ, അതായത് സ്പേസിൽ കൂടെ പോകുന്നതോ സ്കൈയിൽ കൂടെ പോകുന്നതോ പറക്കുന്ന സീനുകളൊക്കെ മിക്കതും ഇവർ ഐമാക്സ് റേഷ്യോയിലാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഫൈറ്റ്സും ഐമാക്സ് റേഷ്യോയിലാണ്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു രസമാണ് അങ്ങനെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 3D അത്യാവശ്യം നല്ല 3D ആയിരുന്നു. ഗംഭീര 3D അല്ല, അത്യാവശ്യം നല്ല 3D തന്നെയായിരുന്നു. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ ഭയങ്കര ഒരു ഗ്ലൂമി കൈൻഡ് ഓഫ് ഫിൽറ്റർ ഇട്ട പോലെയാണ്. അത് ഡാർക്കാണ്, ഗ്ലൂമിയാണ്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള സിനിമയല്ല ഇത്. പക്ഷേ നമ്മളൊരു വേറെ സ്പേസിൽ ട്രാവൽ ചെയ്യുന്ന സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് എക്സ്പെക്ട് ചെയ്യും. പക്ഷേ ഇതിൻ്റെ കളർ നിങ്ങൾ ട്രെയിലർ കണ്ടാൽ മനസ്സിലാവും, ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള സിനിമയല്ല ഇത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ ലേസർ എക്സ്റ്റിൽ ഐമാക്സിൽ കാണുമ്പോൾ അത് ഒന്നും കൂടി ഒരു ഡീസാച്ചുറൽ ലുക്ക് ഓൾറെഡി ഉള്ളത് കൊണ്ട് തന്നെ അതൊരിക്കലും എൻഹാൻസ് ആവത്തില്ല. അപ്പോൾ നമുക്കത് ഗ്ലാസ് നോക്കുമ്പോൾ ഒന്നും കൂടി ഇരുട്ടാവും. സോ ബേസിക്കലി എനിക്ക് ഭയങ്കര പ്രശ്നമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ പലർക്കുള്ള പ്രശ്നമാണ് 3D കാണുമ്പോൾ ബ്രൈറ്റ്നസ് ഒന്നുകൂടി കുറയും. പിന്നെ അത് മാത്രമല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് ഐമാക്സിനേക്കാളും കാണാൻ അടിപൊളി സത്യം പറഞ്ഞാൽ ഡോൾബി സിനിമയിൽ അല്ലെങ്കിൽ HDR ബാർക്ക് പോലത്തെ HDR ഫോർമാറ്റ്സിലായിരിക്കും. ഫോർ പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇത് കാണുന്നത് ഡോൾബി 3Dയിൽ പ്ലേ ചെയ്യുന്നത് എവിടെയാണ് അവിടെ പോയി കാണാൻ ഏറ്റവും അടിപൊളി. അതായത് നമ്മൾ 5 ഡോൾബി സിനിമയിലെല്ലാം 3D പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കാണണം. അല്ലെങ്കിൽ HDR 2D ആണെങ്കിലും ഡോൾബി സിനിമയിൽ ഇവിടെയൊക്കെ HDR ഫോർമാറ്റിൽ കാണാൻ കുറേ കൂടി രസമായിരിക്കും ഇത് കാണാൻ. ഐ മീൻ ഇൻ ടേംസ് ഓഫ് ടെക്നിക്കൽ ടേംസ് ഞാൻ പറയുകയാണെങ്കിൽ. പിന്നെ ഒരു സൗണ്ടും ഭയങ്കര അടിപൊളിയായിരുന്നു ഐമാക്സിൽ. അതിലൊരു ഡ്രാഗൺ സ്നേക്ക് വരുന്ന സീക്വൻസൊക്കെ ഉണ്ട്. അങ്ങനെ പല സീക്വൻസുണ്ട്. അതിലൊക്കെ സൗണ്ടും ബേസും ഒക്കെ യൂസ് ചെയ്തിരിക്കാൻ നല്ല രസമായിട്ടാണെന്ന്. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ടോപ്പ് ഗൺ മാവറിക്കിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും സീക്വൻസിലായിട്ട് നമുക്കൊരു വിർച്വൽ സറൗണ്ട് ക്രിയേറ്റ് അത്രയും ഇല്ല. പക്ഷേ അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഡോൾബി സിനിമയിൽ കാണാൻ നിങ്ങൾക്ക് അറ്റ്മോസ് എഫക്റ്റ് കിട്ടും. അറ്റ്മോസ് എന്ത് വന്നാലും എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണൽ അറ്റ്മോസാണ് ഇഷ്ടം. പക്ഷേ നമുക്ക് വേറെ വഴി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഐമാക്സിൻ്റെ 6 ചാനൽ കാണുന്നു, 5 ചാനൽ കാണുന്നു. പിന്നെ ഇതിൻ്റെ മ്യൂസിക് അടിപൊളിയാണ്. ലുഡ്വിക്കിൻ്റെ ഇതിൻ്റെ ഒറിജിനൽ മ്യൂസിക് തീം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള തീമായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ എടുത്ത് പറയുകയാണെങ്കിൽ ഈ തീമിൻ്റെ ഡിഫറൻറ്റ് വേർഷൻസ്, ഒരു സിന്ത് വേർഷനൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിനകത്ത് ആ തീമിൻ്റെ ഡിഫറൻറ്റ് വേർഷൻസ് യൂസ് ചെയ്തിരിക്കുന്നത്.
പിന്നെ ഇതിനകത്ത് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സിഗ്നോൺ വീവറൊക്കെ ഉണ്ട്, ചെറിയ റോളാണ്, അത് വന്നു പോകുന്ന റോളാണ്. അങ്ങനെ പിന്നെ കൂടുതലും ഗ്രാഫിക്സ്, എനിക്ക് ഇതിൻ്റെ VFX CGI വർക്ക്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. മോൺസ്റ്റർ ഡിസൈൻസ് ആയാലും എല്ലാം രസമായിരുന്നു, അത്യാവശ്യം ഡീസൻ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ആക്ച്വലി മെയിൻ ക്യാരക്ടറായിട്ടുള്ള മാൻഡലോറിയൻ മാസ്ക് ഊരുന്ന സീനുകൾ വളരെ കുറവായിട്ടുണ്ട്. പെട്രോ പാസ്കലിനെ അഭിനയിച്ച് കാണിക്കുകയാണെന്നില്ല, ഫുൾ സൗണ്ടാണ്. ഇല്ല ആക്ച്വലി വളരെ ഒരു 5-10 മിനിറ്റ് മാക്സിമം പുള്ളിയും കണ്ട് മാസ്ക് ഊരുന്നുള്ളൂ. സോ ഒബിയസ്ലി പുള്ളിയുടെ എക്സ്പ്രഷൻ വെച്ച് അഭിനയിക്കുകയാണെന്നില്ല, കൂടുതൽ സൗണ്ട് വെച്ചിട്ടാണ് അഭിനയിക്കുന്നത്. പിന്നെ ഗ്രോഗു ഈസ് ഓൾവേസ് ക്യൂട്ട്. പിന്നെ ഗ്രോഗുവിന് ഇതിനകത്ത് സെപ്പറേറ്റ് മിഷൻ പോലെ ചെറിയ പരിപാടി നല്ല രസമുണ്ടായിരുന്നു. ഇറ്റ്സ് എ ക്യൂട്ട് മൂവി, ഇറ്റ്സ് എ ആക്ഷൻ പാക്ഡ് ക്യൂട്ട് മൂവി. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനകത്തൊന്നുമില്ല. നിങ്ങൾക്ക് മാൻഡലോറിയൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കണം, തിയേറ്ററിൽ നല്ല രസമാണ്. അല്ലാത്തവർക്ക് ഇത് എത്രമാത്രം ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ പിന്നെ പറ്റുവാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളുടെ അടുത്ത് ഐമാക്സ് ഉണ്ടെങ്കിൽ ഐമാക്സിൽ പോയി കണ്ട എക്സ്പാൻഡ് സീക്വൻസ് കിട്ടും. പിന്നെ ഡോൾബി സിനിമയിലും HDR വർക്കിലും ഇതിൻ്റെ ഫ്ലാറ്റ് വേർഷനാണ് വന്നിരിക്കുന്നത് ഞാൻ അറിഞ്ഞത്, ഉണ്ടെന്ന് അറിഞ്ഞത്. ഇപ്പോൾ അല്ലു സിനിമാസിൽ കാസ്റ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അവിടെ ഫ്ലാറ്റ് വേർഷൻ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ HDR ബാർക്കോ പ്രസാദിൽ ഫ്ലാറ്റ് സ്ക്രീനാണല്ലോ, അപ്പോൾ അവിടെയും ഫ്ലാറ്റ് റേഷ്യോ ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ കാണുവാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഫ്ലാറ്റ് റേഷ്യോയിൽ കാണാൻ പറ്റും, ഐമാക്സിൽ മാത്രമല്ല. ദാറ്റ്സ് എ നൈസ് തിങ്. അപ്പോൾ എന്തായാലും 3D നല്ലതാണ്, പക്ഷേ ഞാൻ പറഞ്ഞ സിറ്റുവേഷൻ ഇതാണ്. അപ്പോൾ ലേസറിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാനേ പറ്റുന്ന സീനുകളിലൊക്കെ കണ്ടാൽ വളരെ മോശമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ മിനിമം ലേസർ സ്ക്രീനിലെങ്കിലും കാണാൻ ശ്രമിക്കുക. എന്തായാലും എനിക്ക് സിനിമ വർക്കായി, നിങ്ങൾക്ക് സിനിമ വർക്കാവുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് മാൻഡലോറിയൻ ഇഷ്ടമാണെങ്കിൽ എന്തായാലും കണ്ടിരിക്കണം. അല്ലാത്തൊരു സ്റ്റാർ വാർസ് കോമഡി ഫോളോ ചെയ്യുന്നവരെല്ലാം കണ്ടിരിക്കണം. ഈ സിനിമയ്ക്ക് ഹൈപ്പ് കുറവാണെന്ന് എനിക്കറിയാം. പേഴ്സണലി എനിക്ക് മാൻഡലോറിയൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ സിനിമയ്ക്ക് ഭയങ്കര ഹൈപ്പഡ് ആയിരുന്നു. സോ അതുകൊണ്ടാണല്ലോ ഈ ഡ്രസ്സൊക്കെ ഇട്ട് പോയിരിക്കുന്നത് ഒബ്വിയസ്ലി. സോ എന്തായാലും ഇത്ര നേരം വീഡിയോ കണ്ടെങ്കിൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായം താഴത്ത് പറയാൻ മറക്കണ്ട. ബൈ.